അന്ത്യശാസനയുമായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാത്രിയോടെ ഇറാനെ നാമാവശേഷമാക്കും. ഇറാൻ നാഗരികതയെ ഇല്ലാതാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. കാലങ്ങൾക്ക് പറ്റാത്തത് ട്രംപിനാകില്ല എന്ന തരത്തിലുള്ള ഇറാന്റെ മറുപടിയും ഇപ്പോൾ വരുന്നുണ്ട്. അനുശ്രീ വത്സൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, സമാധാനം ഇനിയും എത്രയോ അകലെയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് ഏതു തരത്തിൽ ഭീഷണി ഉയർത്തുന്നു, ഇറാൻ എന്ത് മറുപടി നൽകുന്നു, എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അക്ഷയ, ഇത്രയും കാലം നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇറാനെതിരെ വീണ്ടും ഭീഷണി നടത്തുകയാണ് ട്രംപ്. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. US മുന്നോട്ട് വയ്ക്കുന്ന യുദ്ധ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ല എങ്കിൽ തീർച്ചയായും ഇറാനെ ഇന്ന് രാത്രി കൊണ്ട് ആക്രമിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അത് ഇറാൻ എന്ന് പറയുന്ന നാഗരികതയെ തന്നെ നശിപ്പിക്കും, ഇറാനെ മൊത്തമായി നശിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അതാണ് സംഭവിക്കുക, അത് സംഭവിക്കാനാണ് സാധ്യത എന്ന് കൂടി ട്രംപ് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്ന പോസ്റ്റിൽ നിന്ന് പറഞ്ഞു വെച്ചിരുന്ന കാര്യം അതൊരു അസഭ്യ വർഷം നടത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അതിൽ തന്നെ ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വളരെ പെട്ടെന്ന് തുറന്നില്ല എങ്കിൽ ഇറാനെ ഇതുപോലെ തന്നെ നശിപ്പിക്കുമെന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. ഇത്തരത്തിൽ ഇറാനെ മൊത്തമായി നശിപ്പിക്കുമെന്ന് ആവർത്തിച്ച് ട്രംപ് വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ഇറാനുമായി നടന്ന യുദ്ധത്തിന്റെ പുറത്ത് എന്തൊക്കെ നഷ്ടങ്ങൾ ലോകം മുഴുവൻ സഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറാന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇന്നലെയും ഈ ട്രംപിന്റെ ഭീഷണിക്കെതിരെ ഇറാന്റെ സാംസ്കാരിക മന്ത്രി പ്രതികരിച്ചിരുന്നത് ട്രംപ് അസ്ഥിരതയുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഇറാന്റെ ശത്രുക്കൾക്ക് മുന്നിൽ ഹോർമൂസ് എല്ലാ കാലത്തും അടച്ചിട്ടിരിക്കും എന്നുള്ളൊരു ഭാഗമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോഴും അതേപോലെ തന്നെ ഇറാന് പ്രതികരിക്കുന്നുണ്ട്. കാരണം കാലങ്ങൾക്ക് സാധിക്കാത്തത് ട്രംപിന് ഒട്ടും പറ്റില്ല എന്നുള്ള ഒരു സാധനത്തിൽ ഇറാൻ ഇപ്പോഴും അതിനെ പ്രതിരോധിക്കുകയാണ് അക്ഷയ. അതായത് 39ാമത്തെ ദിവസം ഈ തുടർച്ചയായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുശ്രീ, നിലവിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇസ്രായേൽ ആക്രമണം തുടരുന്നു ഇറാനിലേക്ക് എന്നുള്ളത് അറിയുന്നു. റെയിൽ പാലങ്ങൾ ഉൾപ്പെടെ തകർന്നു വീഴുന്നതായിട്ടുള്ള ആക്രമണത്തിന് വേദിയാകുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഏതു തരത്തിലാണ് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ ഇന്ന് രാത്രി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇറാനിൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പവർ പ്ലാന്റുകൾ, അവരുടെ സിവിലിയൻ മേഖലകൾ, അതേപോലെ തന്നെ പാലങ്ങൾ എല്ലാം ആക്രമിച്ചുകൊണ്ട് അമേരിക്ക അതിന്റെ ആക്രമണ പദ്ധതി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തന്നെ ഇറാൻ അതിനെ ലോകരാജ്യങ്ങളടക്കം ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ആവശ്യപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴും ട്രംപിന്റെ ഭാഗത്തു നിന്ന് അതേ ഭീഷണി ആവർത്തിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി പറഞ്ഞിരിക്കുന്ന പോസ്റ്റ്, ഭീഷണി നടത്തുമെന്ന് പറയുന്ന പോസ്റ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ട്രംപ്. അല്പസമയം മുമ്പാണ് ട്രംപിന്റെ പുതിയ ഭീഷണി സന്ദേശം പുറത്തു വന്നത്. അതും അദ്ദേഹത്തിന്റെ പോസ്റ്റ് വഴിയാണ് പുറത്തു വന്നത്. യുഎസിന്റെ യുദ്ധ ആവശ്യം ഇറാൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇനിയും അന്ത്യശാസനമാണ് നടത്താൻ പോകുന്നത്. എന്തായാലും ആക്രമിക്കും, നശിപ്പിക്കും, ഒരു നാഗരികതയെ മൊത്തമായി നശിപ്പിക്കും, ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് അക്ഷയ.